1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും കർത്താവിന് വേണ്ടി നന്ദി അർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ഒരു ആരാധനയായി മാറ്റുന്ന സമയമാണിത്. അപ്പോൾ നമ്മൾ ദൈവ ആരാധനയിലേക്ക് പ്രവേശിക്കുക. ഈ ശുശ്രൂഷയെ നമ്മളെ സഹായിക്കുന്നത് ശാലോമിൻ്റെ ശുശ്രൂഷകനായ അഗസ്റ്റിൻ തോമസ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് വലിയ സന്തോഷത്തോടെ വലിയ ആനന്ദത്തോടെ കർത്താവിനെ ആരാധിക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 17-ാം വാക്യം: എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. എസെക്കിയേൽ രാജാവ് രോഗിയായിട്ട് കിടക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവാചകനായ ഏശയ്യ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു: നിന്റെ ദിനങ്ങൾ അടുത്തിരിക്കുന്നു, നിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുക. നിന്റെ മരണത്തിൻ്റെ ദിനങ്ങൾ അടുത്തിരിക്കുന്നു, നിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുക. ഇത് കേട്ടയുടനെ എസെക്കിയാ രാജാവ് ചെയ്തത്, താനൊരു രാജാവാണെന്ന് പോലും നോക്കാതെ, താൻ ഏത് പൊസിഷനാണ് വഹിക്കുന്നതെന്ന് നോക്കാതെ, താൻ കിടന്നിരുന്നിടത്ത് ഭിത്തിയോട് തിരിഞ്ഞു കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവനപ്പം എന്താ ചെയ്യുന്നതെന്ന് മറ്റുള്ളവരെ നോക്കാതെ അവൻ പൊട്ടിക്കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ കർത്താവ് പ്രവാചകനിലൂടെ തന്നെ ഉത്തരം നൽകി. അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ദിനങ്ങൾ 15 വർഷത്തേക്ക് ദൈവം നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, പൂർവ്വപിതാവായ ജോസഫ്, യാക്കോബിന്റെ 12 മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായ ജോസഫ്, നീതിമാനും വിശ്വസ്തനുമായിരുന്ന ജോസഫ്. അതുകൊണ്ട് തന്നെ അവന്റെ സഹോദരങ്ങൾക്ക് അവനോട് അസൂയ തോന്നി. ഒരിക്കൽ അവനെ കൊണ്ട് പൊട്ടക്കിണറ്റിലിട്ട് തള്ളി. പിന്നീട് അവിടുന്ന് അവനെ ഈജിപ്തിലെ അടിമകളാക്കി വിറ്റു. അവിടുന്ന് അവന്റെ സഹനം മാത്രമാണ് ഉണ്ടായിരുന്നത്. പൊത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ വീണ്ടും അവിടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും ഈജിപ്തിലെ അടിമയായിട്ട് വിൽക്കപ്പെട്ടപ്പോഴും പൊത്തിഫറിന്റെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ജോസഫ് കർത്താവിനോട് കൂടെ നിന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി നിന്നു. അതുകൊണ്ട് തന്നെ ദൈവം ഈജിപ്തിന്റെ അധിപനാക്കി ജോസഫിനെ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു ജോബ്. ആ കാലഘട്ടത്തില് ആ പ്രദേശത്ത് വെച്ച് ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ, മറ്റാരോടും തുലനം പോലും ചെയ്യാൻ പറ്റാത്ത സമ്പത്തിന്റെ ഉടമയായിരുന്നു ജോബ്. കർത്താവിന് അത്രയ്ക്കും പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നിട്ടും പരീക്ഷണങ്ങൾ അവനും നേരിട്ടു. സാത്താൻ അവനെ പരീക്ഷിച്ചു. ദൈവത്തിൽ നിന്നും അകറ്റി നിർത്താൻ അവനാകുന്നതൊക്കെ ചെയ്തു. ആദ്യം അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി. അപ്പോഴും ജോബ് കുലുങ്ങിയില്ല. പിന്നീട് അവന്റെ മക്കളെ നഷ്ടപ്പെട്ടു. അപ്പോഴും ജോബ് വിട്ടുകൊടുത്തില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തി. ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു. എന്നിട്ടും തീർന്നില്ല. അവസാനം സാത്താൻ പറഞ്ഞു, അവന്റെ ശരീരത്തിൽ കൈവച്ചാൽ അവൻ ദൈവത്തെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. അവന്റെ തല മുതൽ പാദം വരെ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പോഴും ജോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ജോബ് പറഞ്ഞു, എന്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണും. ചാരത്തിലിരുന്ന് ദേഹം പൊട്ടി ഒലിച്ച് ഓടുകൊണ്ട് ദേഹം ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോഴും ജോബ് പറഞ്ഞു, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഞാൻ മാംസത്തിൽ ദൈവത്തെ കാണും. ഈ സമയം നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്ന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുന്നത് ഈ നാളുകളിൽ അത്രയും ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല. ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി മാത്രമല്ല ഇന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നത്. നമുക്കുണ്ടായിട്ടുള്ള പരാജയങ്ങൾക്ക് വേണ്ടി കൂടിയാണ്.
നമ്മൾ കടന്നുപോയ കണ്ണുനീരിന്റെ സാഹചര്യങ്ങൾ കൂടി വേണ്ടിയാണ് നമ്മൾ നന്ദി പറയാൻ പോകുന്നത്. നമ്മുടെ തകർച്ചകളെ ഓർത്താണ് നമ്മൾ നന്ദി പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ പരാജയങ്ങളിൽ ദൈവത്തിന്റെ മുഖം കാണുവാൻ നമുക്കിടയായിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയ്ക്ക് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരാജയങ്ങളെ ദൈവത്തിന്റെ മുഖം കാണുവാൻ നമുക്ക് ഇടവരുത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ണുനീര് കർത്താവിന്റെ സാന്നിധ്യം അറിയാൻ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ പറയുന്നു 56:7, എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഒരു തുള്ളി കണ്ണുനീര് പോലും വെറുതെ ആവുന്നില്ല. ദൈവസന്നിധിയിൽ ഞാൻ ഒഴുക്കുന്ന ഒരു തുള്ളി കണ്ണുനീര് പോലും വെറുതെ ആവുന്നില്ല. നമുക്ക് ഈ സമയം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. സർവശക്തനായ ദൈവത്തെ, എൻ്റെ തലയിലെ ഒരു മുടി കൊഴിയുന്നത് പോലും അറിയുന്ന എൻ്റെ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തി സ്തുതിച്ച് നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി. യേശുവേ സ്തോത്രം കർത്താവേ, മഹത്വം കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. എല്ലാത്തിനും നമുക്ക് നന്ദി പറയാം ദൈവത്തിന്. എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ ഉയർച്ചകൾക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ തകർച്ചകൾക്കും ദൈവത്തിന് നന്ദി പറയാം. കാരണം ദൈവത്തിന്റെ മുഖം കാണുവാൻ അതിനിടയായിട്ടുണ്ട്. നന്ദി പറയാം കർത്താവിന്. ഞാനിപ്പോ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ, എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, ജോബും ജോസഫും ചെയ്തതുപോലെ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും കർത്താവേ, നന്ദി കർത്താവേ. കരങ്ങൾ ഉയർത്തി എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും കർത്താവേ, അവിടുത്തെ സാന്നിധ്യം മതി ഞങ്ങൾക്ക്. മതി കർത്താവേ, അവിടുത്തെ സാന്നിധ്യം മതി ഞങ്ങൾക്ക്. സാന്നിധ്യം മതി. നന്ദി പറയുന്ന കർത്താവേ, ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തെ സമർപ്പിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളെ കൊടുത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പരാജയങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. വിജയം നൽകാൻ ശക്തനായ ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. കർത്താവേ, മക്കളില്ലാത്ത അവസ്ഥകളെ സമർപ്പിക്കുന്ന കർത്താവേ. സാമ്പത്തിക ഭാരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. എല്ലാ അവസ്ഥകളെയും തകർച്ചകളെയും സമർപ്പിക്കുന്ന കർത്താവേ. യേശുവേ സ്തോത്രം കർത്താവേ. നന്ദി. ഈശോയെ ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ സമയം ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കടബാധ്യതകളെ ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്ന കർത്താവേ. ദൈവമേ, ഞങ്ങളെ തകർന്ന കുടുംബ ബന്ധങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ദൈവമേ, ഞങ്ങൾ അറിയുന്നു അവിടുന്ന് എല്ലാം സാധ്യമാണ് കർത്താവേ. ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. സൗഖ്യം നൽകാൻ ശക്തിയുള്ള ദൈവമാണ് ഞങ്ങളുടെ കൂടെ എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. ദൈവമേ, അങ്ങേക്ക് മഹത്വം ഞങ്ങൾ നൽകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എല്ലാ അനുഭവങ്ങളും നമുക്ക് കൊടുക്കാം. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. കർത്താവേ, നന്ദി കർത്താവേ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂപ്പോ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. ഉയർച്ചയിലും താഴ്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. കർത്താവേ, നിന്റെ സാന്നിധ്യം മതി ഞങ്ങളുടെ കൂടെ. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ അങ്ങയുടെ സാന്നിധ്യം മതി ഞങ്ങൾക്ക്. യേശുവേ നന്ദി. യേശുവേ
കർത്താവെ, അവിടുത്തെ സാന്നിധ്യം മതി ഞങ്ങൾക്ക്. ഏത് സാഹചര്യങ്ങളിലും ഏത് പ്രതിസന്ധികളിലും മുൻപോട്ട് പോകുവാൻ അങ്ങയുടെ സാന്നിധ്യം മതി കർത്താവെ. ഞങ്ങൾ അറിയുന്നു അവിടുന്ന് എല്ലാറ്റിലും ഉപരിയാണെന്ന്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ആമേൻ.